മലയോര കർഷകരുടെ പതിറ്റാണ്ടുകളായുള്ള ആശങ്കകൾക്ക് വിരാമമാകുന്നു. ഭൂപതിവ് ചട്ടങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റിയുടെ അംഗീകാരം. ഇത് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസിനും അഭിമാന നിമിഷം. ഏറെക്കാലമായി മലയോര മേഖലയിലുള്ള കർഷകരുടെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഭൂപതിവ് ചട്ടങ്ങൾക്ക് സബ്ജക്ട് കമ്മിറ്റി അംഗീകാരം നൽകിയെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു. 2 ദിവസം യോഗം ചേർന്ന് കൃത്യതയോടെ പരിശോധന നടത്തുകയും എല്ലാ വിശദാംശങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്ത ശേഷമാണ് അംഗീകാരം നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. വീടുകൾക്ക് പുതിയ റെഗുലറൈസേഷൻ ആവശ്യമില്ല. അത്തരം പ്രചാരണങ്ങളെല്ലാം വാസ്തവവിരുദ്ധമാണെന്നും 95% ആളുകൾക്കും പുതിയ വീടുകൾക്ക് റെഗുലറൈസേഷൻ ആവശ്യമില്ലെന്നും വ്യവസ്ഥാ ലംഘനം നടത്തിയവർ മാത്രം ക്രമവൽക്കരണം നടത്തിയാൽ മതിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യം ചട്ടത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചുവെന്നും ക്രമവൽക്കരിക്കുന്ന ഭൂമി കയ്യേറിയ ഭൂമിയാകാൻ പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. പട്ടയം കിട്ടാത്ത ഭൂമിയിൽ കെട്ടിടം പണിതാൽ റെഗുലറൈസ് ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം വനം വകുപ്പ് വാച്ചർമാരുടെ 1961 മുതലുള്ള അധികാരം വെട്ടിക്കുറയ്ക്കാനും കേരള നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 64 വർഷമായി വനം വകുപ്പ് വാച്ചർമാർക്ക് വനകുറ്റകൃത്യങ്ങളിൽ പെടുന്ന കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ടായിരുന്നു. ഈ അധികാരമാണ് ഇപ്പോൾ എടുത്തുമാറ്റാൻ സബ്ജക്ട് കമ്മിറ്റി തീരുമാനിച്ചത്. 1961 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഈ നിയമം പാസാക്കിയത്. അന്നു മുതൽ നിലവിലുള്ള അധികാരം ഇപ്പോൾ വെട്ടിച്ചുരുക്കുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഭരണമുന്നണിയിലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വലിയ നേട്ടമാണ് ഉണ്ടാകുന്നത്. ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നിട്ടും കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഇതുവരെ പല കോണുകളിൽ നിന്നും ജോസ് കെ മാണിക്ക് നേരെ ഉയർന്നിരുന്നത്. എന്നാൽ വിമർശകരുടെ എല്ലാം വായടപ്പിക്കാൻ ഈ ഒരൊറ്റ നിയമ ഭേദഗതി കൊണ്ട് ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് കേരള കോൺഗ്രസ് പാർട്ടിക്കും അതുവഴി ഇടതുമുന്നണിക്കും ഏറെ നേട്ടമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.